കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്തത് പ്രൈം മിനിസ്റ്ററായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്ത അതിൻ്റെ പേരിലല്ല ബഹുമാനം. അദ്ദേഹത്തിന് ഒരു പക്ഷേ അതൊരു MLA സ്ഥാനം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും, ഒരു സീറ്റ് പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല കോൺഗ്രസ്സുകാർ. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണ് അന്ന് പോയിരുന്നതെങ്കിൽ ഉറപ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സലീം കുമാർ ഏട്ടൻ. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. മനസ്സിൽ നന്മയില്ലാത്ത ചില ചെറ്റകളെ പോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിലല്ല എനിക്ക് സന്തോഷം. ഒരിക്കലും നിങ്ങളാരും അങ്ങനെ കരുതരുത്. എനിക്ക് സന്തോഷം, ഏകദേശം 1.5 കൊല്ലം മുമ്പ് എനിക്ക് ആ വ്യക്തിയെ നേരിട്ട് കാണാൻ സാധിച്ചു. അതിലാണ് എനിക്ക് സന്തോഷം. ഇത്രയും വലിയ ഒരു അതുല്യ പ്രതിഭ, എൻ്റെ ചെറുപ്പകാലത്ത് സിനിമയിലൂടെ എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു നടൻ, എന്നെ മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളെയും ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് സലീം കുമാർ ഏട്ടൻ. അങ്ങനെ ഒരു വ്യക്തി നമ്മളെ വിട്ടു പിരിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മെയിൻ സ്ട്രീം ചാനലുകളിലൊക്കെ ഇന്ന് ഫുള്ള് വാർത്തകളാണ്. പല ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ പറവൂര് ടൗൺ ഹാളിൽ പൊതുദർശനത്തിലാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നു, ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വന്ന്, നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ വന്ന് പുള്ളിയെ കാണുന്നു. പുള്ളിയുടെ അവസാനമായിട്ട് പുള്ളിയുടെ ആ ഭൗതിക ശരീരം കാണാൻ പുള്ളിയുടെ കൂടെ ജോലി ചെയ്ത ഇപ്പോൾ ദിലീപേട്ടനൊക്കെ അവിടെ തന്നെയുണ്ട്. എല്ലാവരും ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു നിമിഷത്തിൽ ചില കമൻറ്റ് ബോക്സുകളിൽ, ചില വീഡിയോകളുടെ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കമൻ്റ് ഇടുന്നവനെയൊക്കെ ഒന്ന് നേരിട്ട് കണ്ട അടിച്ച് ചേകളം പൊളിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ തോന്നും. കാരണം അതുപോലുള്ള കമൻറ്റുകളാണ് ചില മറ്റേ മക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് സുഖമാണ് ഇവർക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, അയാൾ പോയി, എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ വെറുപ്പുള്ള ആളുകളാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതലെന്ന്. അല്ല, നമ്മളെ ഇത്രയും അധികം ചിരിപ്പിച്ച ഒരു നടനെ വെറുക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും വെറുക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യനും കൂടെയാണെന്ന് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തിയാണ് സലീമേട്ടൻ. ഞാൻ പറഞ്ഞതുപോലെ അവസാനമായിട്ട് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് വയ്യ, അന്നും വയ്യ, 1.5 കൊല്ലം മുമ്പാണ്. പക്ഷെ അപ്പോഴും അവിടെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പുള്ളി ഇൻട്രാക്ട് ചെയ്യുന്ന രീതി, തമാശകൾ പറയുന്നത് എന്നെ ഒരുപാട് അന്നും ചിരിപ്പിച്ചതാണ്. ആ വ്യക്തിയുടെ ഭൗതിക ശരീരത്തെ കളിയാക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. സോ പുള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇടുന്ന കമൻറ്റുകൾ, അതിനെ എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ച് 2 തെറി പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തിനാടാ സുന്ദരന്മാരെ ഈ നിമിഷം രാഷ്ട്രീയം കൊണ്ടിരുന്നത്? അല്ല, ഇനി നിനക്കൊക്കെ അത് അറിഞ്ഞേ പറ്റത്തുള്ളെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പുള്ളി തന്നെ പുള്ളിയുടെ രാഷ്ട്രീയത്തെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയില്ല. പുള്ളിയുടെ അഭിപ്രായം പുള്ളി അത് വ്യക്തമായി പറഞ്ഞു. ഇന്നല്ല, പണ്ടേ, ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒന്നുമല്ല, പണ്ടേ പുള്ളി പറഞ്ഞു കഴിഞ്ഞതാ. പുള്ളി ആ പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. മനസ്സിലായില്ലേ? എന്താണെങ്കിലും എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ പറയണം, നിങ്ങളെ ചിരിപ്പിച്ചിട്ടില്ലേ ആ വ്യക്തി ഒരുപാട്. എത്രയോ സിനിമകൾ, കല്യാണരാമൻ, തിളക്കം, പാണ്ടിപ്പട, പെട്ടെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് പറയാനൊരു 3-4 സിനിമകളുണ്ട്. ഇപ്പം ഈ ഞാൻ പറഞ്ഞ സിനിമകളുണ്ടല്ലോ, ഈ 2-3 സിനിമകൾ, കല്യാണരാമനാണെങ്കിലും തിളക്കമാണെങ്കിലും പാണ്ടിപ്പടയാണെങ്കിലും, പാണ്ടിപ്പടയൊക്കെ കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുപോയൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. തെങ്കാശിപ്പട്ടണം, എന്തോരം സിനിമ ചിരിപ്പിച്ചില്ലേ നിന്നെയൊക്കെ? ഇല്ലേ? 2 മിനിറ്റെങ്കിൽ 2 മിനിറ്റ് കാണാത്തതൊന്നും ആയിരിക്കത്തില്ലല്ലോ നീയൊക്കെ ഈ സിനിമ. എന്നിട്ട് എന്തിന് അയാളെ ഇങ്ങനെ പറയുന്നു? എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് കേൾക്കുക, നമുക്ക് അവിടുന്ന് തുടങ്ങാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. വീഡിയോയോ അല്ലെങ്കിൽ ചാനലൊക്കെ അടിച്ച് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. വീഡിയോയ്ക്ക് ഒരു ഹൈപ്പൊക്കെ കൊടുത്ത് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക. ഇനി നമുക്ക് ഇത് കേൾക്കാം. സലീം കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഞെട്ടുമെന്ന്. ഒന്ന്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ. 2, കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാൽ. ഈ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ആളുകൾ ഞെട്ടുന്നത്? അത് പൊതുവെ ഒരു ധാരണ. ഇപ്പോൾ നടൻ മുകേഷ് തന്നെ പറഞ്ഞിരുന്നു കലാകാരന്മാരൊക്കെ ഇടതുപക്ഷക്കാരാണെന്ന്. പിന്നെ
ഒരു കോമഡി ചെയ്യുന്നൊരു നടനെ സംബന്ധിച്ചും വിദ്യാഭ്യാസം പാടില്ല എന്നൊരു പരക്കെയൊരു ധാരണയുണ്ട്. പാടില്ല എന്നാ ഉണ്ടാവില്ല അതൊരു വേറെ കാര്യം. പിന്നെ അത് തന്നെയായിരുന്നു അവരുടെ റോൾ മോഡൽ. ഒരു തമാശക്കാരൻ, ഒരു വേലക്കാരൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു ഏട് കുട്ടമ്പിള്ള എന്ന് വെച്ചാൽ അതൊരു കൊമേഡിയനായിരിക്കുള്ളൂ. ഒരു വേലക്കാരൻ, അങ്ങനെ ഇവന് എത്താൻ പറ്റാവുന്ന ഒരു ഏരിയാസ് ഉണ്ട്. ഒരു കൊമേഡിയന് എത്താൻ പറ്റാവുന്ന ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വിടില്ല. അതേപോലെ തന്നെയാണ് ഒരു കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാം, അതൊക്കെയാണ് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞിട്ടുള്ളത്. തൊഴിലാളികളല്ല, അക്ഷരങ്ങൾ വായിക്കാൻ പാടില്ല, അങ്ങനെ. പിന്നെ ഈ കലാകാരന്മാർ, അത് ഒരു കുത്തകയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികരനായിരുന്നു. ഇവിടെ ഒരു 99% ബാക്കി ഞാൻ കേൾപ്പിക്കാം. മുകേഷ് ഏട്ടൻ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അദ്ദേഹത്തെ പറ്റി. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പണ്ട്, കലാകാരന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന്. അതെന്താ, കലാകാരന്മാരുടെ കുത്തകയാണോ കമ്മ്യൂണിസം? അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ കുത്തകയാണോ കലാകാരന്മാർ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ഇപ്പോൾ അതാ രമേഷ് പിഷാരടി കമ്മ്യൂണിസ്റ്റുകാരനാണോ? സലീം കുമാർ വ്യക്തമാക്കി കഴിഞ്ഞു പുള്ളിയുടെ രാഷ്ട്രീയം എന്താണെന്ന്. ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അവരാ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കൊണ്ടായിരിക്കണം. ഇഷ്ടങ്ങൾ കൊണ്ട് ആയിരിക്കണമെന്നല്ല, അല്ലേ? നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇഷ്ടം കൊണ്ടാണ്. ചില ആളുകളെ കാണുമ്പോൾ, ചില ആളുകളുണ്ട് എന്നെ പോലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി നോക്കിയായിരിക്കില്ല നമുക്ക് നല്ലത് ചെയ്തു തരുന്നുണ്ട്. ആ വ്യക്തി ഏത് പാർട്ടിയിലാണോ അവനെ നമ്മൾ കാണുമ്പം സുലാൻ സാറേ എന്ന് പറയും, ഇല്ലേ? അവിടെ പാർട്ടി നോക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ച് മനുഷ്യന് നല്ലത് ചെയ്യുന്നുണ്ടോ അവൻ നല്ലവനാണ്. അതിപ്പോൾ ഏത് പാർട്ടിക്കാരനും ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ, എൻ്റെ ചിന്താഗതിയിൽ അതാണ് ശരി. പണ്ടങ്ങനെ അല്ലായിരുന്നു, മനസ്സിലായില്ലേ? വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോഴും, പലതും പഠിക്കുമ്പോഴും, പലതും വായിക്കുമ്പോഴും, പലതും കാണുമ്പോഴും ഒക്കെ നമ്മുടെ ചിന്താഗതികൾ മാറും. അങ്ങനെ ആവണമല്ലോ, അല്ലേ? തെറ്റുകൾ പോലും നമ്മളെല്ലാവരും പല തെറ്റുകൾ ചെയ്യുന്നതായിരിക്കും. പല തെറ്റുകൾ മുന്നോട്ട് പോകുന്തോറും ആയിരിക്കും നമ്മൾ ആ ചെയ്ത തെറ്റുകളുടെ ഒരു വ്യാപ്തി, ഡെപ്ത് മനസ്സിലാക്കുന്നത്. നമ്മളത് തിരുത്തും, അല്ലേ? ഇവിടെ കുത്തകയൊന്നും അല്ല ആ വ്യക്തി പറയുന്നത് പോലെ. കുത്തകയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മേഖലയിലും. അത് മാറ്റിവെക്ക്. ഇന്നും ഉണ്ടത്, ഇല്ലയെന്നല്ല, ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചില ചേട്ടന്മാർ പല ഡയലോഗുകൾ, മുകേഷ് ഏട്ടാ, ഗണേഷ് കുമാരനേട്ടാ, പലതും പറഞ്ഞു വെക്കാറുള്ളത്. വി ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഇന്നത്തെ പൊതുജനം കഴുതയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേയൊക്കെ ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട്. അതാണല്ലോ ഇത്തവണത്തെ ഇലക്ഷൻ പോലും, അല്ലേ? നമുക്ക് ബാക്കി കേൾക്കാം. അതിലാദ്യമായിട്ട് കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്തത് പ്രൈം മിനിസ്റ്ററായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുത്ത എൻ്റെ പേരിലല്ല ബഹുമാനം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു MLA സ്ഥാനം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും, ഒരു സീറ്റ് പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല കോൺഗ്രസ്സുകാർ. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണ് അന്ന് പോയിരുന്നതെങ്കിൽ ഉറപ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും. അത്തരം രാഷ്ട്രീയം കളിക്കാത്തത് നഷ്ടമാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായിട്ടും. ഇവിടെ ഈ പ്രാദേശിക, ഈ തമിഴ്നാട്ടിൽ എന്താണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലം, തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ പ്രാദേശിക രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. അതായത് ദേശീയ രാഷ്ട്രീയം കളിക്കുന്നത് പാർട്ടികൾക്കും രക്ഷയില്ല, അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്കും. അപ്പോൾ ഒരുപക്ഷെ താരരാഷ്ട്രീയം വേര് പിടിക്കാത്ത ഏക സംസ്ഥാനം ഈ കേരളമായിരിക്കും. പ്രേം നസീറിന് പോലും താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? കാരണം നമ്മൾ കേരളീയരുടെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഹീറോ. ഓരോരുത്തരും അവരവരാണ് ഹീറോ അവരവരുടെ ജീവിതത്തിൽ. മറ്റൊരുത്തനെ അംഗീകരിക്കാനുള്ള ഒരു മടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണത്തിന് മറഡോണ, രാഷ്ട്രീയം കൊണ്ട് മറഡോണ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റൊണാൾഡോ, മെസ്സി, നെയ്മറോ ആരെങ്കിലും കണ്ണൂരി
ഉദ്ഘാടനത്തിന് വന്നു. കാരണം കണ്ണൂർ എന്ന് പറയാൻ മലബാറിലാണുള്ള ഫുട്ബോളിൻ്റെ ഒരു ഭ്രാന്തളിൻ്റെ ഞാൻ പറഞ്ഞത്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് നോക്കുമ്പോൾ നമ്മൾ ചായ കടം കുടിച്ചിട്ടിരിക്കുള്ളൂ അവിടെ ഒരു പെട്ടിക്കടയിൽ. അപ്പോൾ അതുവഴിയൊക്കെ വൻ ഘോഷയാത്രയായിട്ട് മറഡോണയോ മെസ്സിയോ റൊണാൾഡോ കൊണ്ട് പോകുന്നത്. ഇത് നമ്മൾ ചെന്ന് മറ്റൊരാളോട് അവതരിപ്പിക്കുന്നത്, ഞാൻ നമ്മുടെ ആ ചായക്കടലിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടിരിക്കുന്ന ആ കൈ ഇങ്ങനെ കാണിച്ച് നമ്മുടെ മറഡോണ പോകണം, ഞാൻ കൈ പിടിച്ചു ഭ്രാന്തണ്ട. അപ്പോൾ ഒരുപക്ഷെ അവരവിടെ പോയത് തന്നെ മറഡോണയെ കാണാനായിരിക്കാം. എന്നാൽ പോലും അദ്ദേഹത്തിനെ അംഗീകരിക്കില്ല. നല്ല അറിവുള്ളൊരു മനുഷ്യൻ, മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെയാണ് പുള്ളിയെ തോന്നിയിരിക്കുന്നത്. നല്ല അറിവുള്ളൊരു മനുഷ്യൻ, കാര്യങ്ങളെ നല്ല രീതിയിൽ കണ്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ. പുള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ അങ്ങനെയാണ്, നമ്മൾ മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾക്ക് ആരെയും അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ അംഗീകരിക്കാൻ സാധിക്കില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ പലപ്പോഴും അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പോലും പറ്റുമോ? ഇല്ല. അദ്ദേഹം, ഞാനിത് പണ്ട് റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ മറഡോണയുടെയൊക്കെ കാര്യം പറയുന്നത്, മെസ്സിയുടെയൊക്കെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ മൈൻഡും ചെയ്തില്ല. അവൻ വേണമെങ്കിൽ കൈ പൊക്കി കാണിച്ചാൽ, നമ്മളെ കൈയൊക്കെ പൊക്കി കാണിച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല. എന്തിനാ? ഇതാണ് മലയാളി. ഈ മലയാളിയുടെ വേറൊരു വേർഷനാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നല്ലേ? ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞ, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആ മനുഷ്യൻ്റെ ഭൗതിക ശരീരം അതിനെ കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്ററുകൾ, വാർത്തകൾ ഇങ്ങനെ മെയിൻ സ്ട്രീം ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെയൊക്കെ ഇന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിടുന്ന കമൻറ്റുകൾ, അയ്യോ! ചില കമൻറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളൊരു പോസ്റ്റർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണത്. സലീം കുമാർ ആശുപത്രിയിൽ മരണത്തിന് മുമ്പുള്ള ആ ഒരു സമയത്ത്, ഇന്നലെ രാവിലെ ഇങ്ങനെ പോസ്റ്ററൊക്കെ വന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളാണ് ഇത്. ഞാനൊന്ന് വായിച്ചു തരാം. ഒരു അനിത KP അനിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി, ഞാൻ അവരുടെ ഫോട്ടോ കാണിക്കുന്നില്ല, സ്ത്രീയായി പോയി, മനസ്സിലായോ? മുൻകാണാന. അതുകൊണ്ട് കുഴപ്പമില്ല, സതീഷിനെ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും. ചേച്ചി, പുച്ഛം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾക്ക് തരാനില്ല. വേറെ വല്ലതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഉള്ളേലാവും. മുൻഗണനയുള്ള ആൾക്കാരല്ലേ, ഒന്നും പറയത്തില്ല. അടുത്തത് വിനു. ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവന, അസുഖം ഭേദമാവണ്ടെന്നും കണ്ടാന്ന് തോന്നുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവൻ എഴുതി വച്ചിരിക്കുന്നത്. എന്താടാ നിന്നോടൊക്കെ പറയണ്ടേ? അടുത്തവൻ യൂസഫ് മനു. CPM ട്രോള് ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുവോ? മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുള്ള വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഇട്ടേക്കുന്ന അവൻ യൂസഫ് മോൻ, മനസ്സിലായോ? CPM ട്രോൾ ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുമോ എന്ന്. ഇവൻ്റെയൊക്കെ പ്രാക്ക് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പോട്ടെ. അദ്ദേഹത്തിന് നേരത്തോട്ടെ വയ്യ, പോട്ടെ. ഇവനൊക്കെ പറഞ്ഞുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല, ആലോചിക്കണം നിങ്ങൾ. മുഹമ്മദ് PM. അതിന് മുമ്പ് എന്താ? ശരത് RS. വെച്ച് കാത്ത് കെട്ടിക്കൊണ്ട് ഇരിക്കാതെ സലീം കുമാറിനെ അങ്ങ് കൊല്ലടാ. മലയാളി സിനിമക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലണം. സലീം കുമാറിനെ കൊല്ലാൻ പറയുന്നത് സിനിമാക്കാരുടെ ദൈവം ശരത് RS ആണ്. വിടൂ, ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാധനം വന്നു. ഇതിനകത്ത് ഈ യൂസഫ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അതായത് CPM ട്രോൾ ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുമോ എന്ന് ചോദിച്ചവൻ, അവൻ്റെ ഫോട്ടോ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവൻ്റെ അക്കൗണ്ട്, ഫേസ്ബുക്കിലെ എങ്ങാണ്ട്. അവൻ സഖാവാണെന്നാണ് പറയുന്നത്. കണ്ടോ, സഖാവ് എന്നൊക്കെ പറഞ്ഞവൻ. നീയൊക്കെയാണോ ചഖാവ്? അത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. നീ ഏത് സഖാവാ? ഇങ്ങനെയാണോ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു സഖാവ് ഒരിക്കലും മറ്റൊരുത്തൻ്റെ ഒരു അധപ്പതനത്തിലോ അല്ലെങ്കിൽ അവൻ്റെ മരണത്തിലോ സന്തോഷിക്കുന്നവനല്ല ഒരു സഖാവ്, മനസ്സിലായോ? അവിടെ ചെന്നിട്ട് ഇതുപോലുള്ള മറ്റേടത്തെ മെസ്സേജ് അല്ലെങ്കിൽ കമൻറ്റ് എഴുതിയിടുന്നവനല്ല ഒരു സഖാവ്. എന്നെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സഖാവ്? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുമോ? പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ അധികം എഡിറ്റിംഗ് പരിപാടിയിലോട്ട് നിൽക്കാറില്ല, ഒറ്റ സ്ട്രെച്ചിൽ കാര്യങ്ങൾ പറഞ്ഞ് പോവുക. അതാണ് എനിക്കതാണ് ഇഷ്ടം. ഞാൻ അതാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമിക്കുക. നിങ്ങൾ പറ, ഇവനെയൊക്കെ നോക്കിക്കുക, അവൻ കണ്ണാടിയും വെച്ച് അവൻ്റെ മീശ അവൻ ഉണ്ടാക്കിയിട്ടിരിക്കുക, ചകാവാണെന്ന്. ഇവനാണോ ചകാവ്? എൻ്റെ അറിവിൽ ഒരു സഖാവും പറയില്ലടാ മോനെ, ഒരു സഖാവും. നീ എഴുതിയിട്ടാണത്തെ കമൻറ്റുകൾ എഴുതിയിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, ഒരുപാട്. എല്ലാം കൂടെ കുത്തിയിരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ടാണ്. ഇപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, നിങ്ങൾ പറയുക ഇവനെ പോലുള്ള ഡാഡി ഇല്ലാത്തവന്മാരോട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലാതുള്ള സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരുപാട് നഷ്ടമാണ്. എന്തിനാ ഞാൻ പറഞ്ഞില്ലേ, 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു തവണ കണ്ടതേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് സങ്കടം.
സത്യം പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പിച്ചൊരു മനുഷ്യനാണ് നമ്മളെയൊക്കെ. അപ്പം അങ്ങനെ ഒരു വ്യക്തി പോകുമ്പോൾ ഇനി സിനിമയിൽ ഇല്ലല്ലോ, ഇനി അദ്ദേഹത്തിൻ്റെ കോമഡികൾ ഇല്ലല്ലോ, പുതിയ പുതിയ കോമഡികൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ, ഇപ്പോൾ കുറച്ചായിട്ട് അദ്ദേഹത്തെ ഓരോ സ്റ്റേജിൽ നമ്മൾ കാണാറുണ്ട്. അവിടെ എല്ലാം വരുമ്പോഴും ഇപ്പോൾ ഇലക്ഷൻ പ്രചരണ സമയത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിലൊക്കെ കഴമ്പുണ്ട്, പറയുന്ന കോമഡികൾ അതിൽ കഴമ്പുണ്ട് ഇല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് കണക്റ്റ് ആകാൻ പറ്റിയിട്ടുണ്ട് പുള്ളിയുടെ വാക്കുകളോട്. ആ വ്യക്തിയുടെ സുഹൃത്ത്, ഞാൻ ഇവിടെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ദിലീപേട്ടനൊക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ തൊട്ടുണ്ടായിരുന്നു. ദിലീപേട്ടനൊക്കെ ഒരുപാട് സങ്കടത്തിലാണ്. ദിലീപേട്ടൻ എന്നല്ല, എത്ര വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ സങ്കടം തോന്നിപ്പോകും, കരഞ്ഞു പോകും. അതവിടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. തൊട്ടപ്പുറം പല ആൾക്കാർ, പല ആർട്ടിസ്റ്റുകൾ സുരേഷ് ഗോപി വരുന്നത് കണ്ടു, പിഷാരടി, ജയറാമേട്ടനെ കണ്ടു ഇന്ന് രാവിലെ. ഇനിയിപ്പോൾ വരുമായിരിക്കും, ലാലേട്ടൻ മമ്മൂക്കയൊക്കെ എവിടെയാണെന്ന് അറിയത്തില്ല. നാട്ടിലുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് കണ്ടേക്കുമായിരിക്കും. കാരണം എറണാകുളത്ത് തന്നെയാണ്, പറവൂർ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എറണാകുളത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് പോയി കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അവസാനം, പക്ഷെ അത് സാധിച്ചില്ല, എറണാകുളത്തില്ല. എന്താണെങ്കിലും പൊതുദർശന വേദിയിലേക്ക് രാവിലെ, ഞാൻ വോയിസ് ഒന്നും കേൾപ്പിക്കുന്നില്ല, ചന്തു, സലീംകുമാറേട്ടൻ്റെ മകനും സലീംകുമാറിൻ്റെ വൈഫും എല്ലാവരും രാവിലെ, അവരെല്ലാവരും ഉണ്ട് അവിടെ. ഫാമിലി മൊത്തത്തിൽ അവരെല്ലാവരും തകർന്നിരിക്കുകയാണ്. അതിപ്പോൾ ആരുടെ ആണെങ്കിലും, ഒരു നടനായതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫാമിലിക്ക് കരയാൻ പാടില്ല എന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ കരയുമ്പോഴത്തേക്ക് ഇനി അടുത്ത കമൻറ്റും കൊണ്ട് കുറേ എണ്ണം വരും, അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവരോടാണ് പറയാനുള്ളത്, ഒരു ആദരാഞ്ജലി അല്ലെങ്കിൽ ഒരു കണ്ണീരിൻ്റെ ഒരു ഇമോജി പറ്റുമെങ്കിൽ അത് മതി. കൂടുതൽ കഥ പറയാനോ, ഇല്ലെങ്കിൽ പുള്ളിയുടെ നല്ല അഭിനയിച്ചു വെച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു, പല കഥാപാത്രങ്ങളും ഇന്നും പല ആളുകളുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക, അല്ലാതെ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. ഞാനിപ്പോൾ ഈ രാഷ്ട്രീയം എടുത്തിവിടെ ഇടാൻ കാരണം പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളി പറഞ്ഞതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. പിന്നെ അതിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരുന്ന് കുറ്റപ്പെടുത്ത്. ഇന്ന് അതും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പിണറായി അങ്ങോട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അവൻ തീരണം, മാറ്റിവെക്ക്. നാണമില്ല ഇതിനൊക്കെ ഈ പറയുന്നത്. എന്നിട്ട് ചകാവെന്നും പറഞ്ഞ് ഫോട്ടോയൊക്കെ ഇട്ടവനൊക്കെ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊടുക്കണം ചെവിക്കല്ല് നോക്കി. വേണ്ടേ? നിങ്ങൾ പറ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. എന്തായാലും ആ വ്യക്തിക്ക് ആദരാഞ്ജലികൾ.